Hello guys, welcome to Wings CBSE online classes. Today we are going to learn about Standard 9 Science Chapter 2 Cell the Building Block of Life. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ എന്താ വരിക? നമ്മുടെ എല്ലാ ലിവിങ് തിങ്സും, ദാറ്റ് ഈസ് ഓൾ ലിവിങ് തിങ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെ. എല്ലാ ജീവജാലങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? കോശങ്ങൾ, സെൽസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അപ്പോ സെൽ ഈസ് ദ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെല്ലാണ്. അപ്പോ സെല്ലിനെ കുറിച്ചും അതിന്റെ എങ്ങനെയാണ് ജീവൻ നമ്മുടെ ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്തതിനെ കുറിച്ചും അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇറ്റ് ഈസ് വെരി വെൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഓക്കെ, ഫസ്റ്റ് we are going to discuss about how or where did life begin. എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായി എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുവിധം എല്ലാ സയന്റിസ്റ്റുകളും പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഷ്യൻസ് അല്ലെ, സമുദ്രങ്ങളിലാണ് ജീവൻ ഉണ്ടായി, വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോ ചില സയന്റിസ്റ്റ് പറയുന്നത് ഓഷ്യൻസ് അതായത് സമുദ്രങ്ങളല്ല, പകരം എന്താണ് നമ്മുടെ ഹോട്ട് സ്പ്രിങ്സ് ആണെന്നാണ് പറയുന്നത്. ഹോട്ട് സ്പ്രിങ്സ് അതായത് ഓഷ്യൻസിന് പകരം സമുദ്രങ്ങളെക്കാളും അവർ പറയുന്നത് എന്താണ്? ഹോട്ട് സ്പ്രിങ്സ്, ചൂടുള്ള നീരുറവുകൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹോട്ട് സ്പ്രിങ്സിലാണ് ജീവൻ ആദ്യമായിട്ട് ഉത്ഭവിച്ചു എന്നാണ് ചില സയന്റിസ്റ്റുകൾ പറയുന്നത്. അതിൽ അവർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പൂഗ വാലി എന്ന് പറയുന്ന ഒരു റീജിയൻ, അവിടെ കാണപ്പെടുന്ന ഹോട്ട് സ്പ്രിങ്സ് അതായത് ടെമ്പറേച്ചർ അവിടെ എന്താണ്, പുറമേ ടെമ്പറേച്ചർ കോൾഡ് ആണെങ്കിലും അവിടെ നിന്ന് ഉണ്ടാകുന്ന ആ വെള്ളത്തിൽ എന്താണ് ചൂടുണ്ട് അല്ലെ, ഹീറ്റ് ആയിട്ടുള്ള വാട്ടർ ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോ അവിടെ എന്തായിരിക്കും, അവിടെയും എന്ത് കാണുന്നു എന്നാണ് അവർ പറയുന്നത്? ബാക്ടീരിയാസിനെ കാണപ്പെടുന്നു. ആ ചൂടുള്ള ഹോട്ട് സ്പ്രിങ്സിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ബാക്ടീരിയാസിനെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ സയന്റിസ്റ്റുകൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 3.5 ബില്യൺ ഇയേഴ്സ് എഗോ, 3.5 ബില്യൺ ഇയേഴ്സ് എഗോ മുന്നുണ്ടായിരുന്ന ഭൂമിയിലെ ചില എൻവയോൺമെന്റ്സുകളിൽ അല്ലെ, അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ കാലാവസ്ഥ ചുറ്റുപാടും നല്ല കാലാവസ്ഥയാണെങ്കിലും ആ വെള്ളത്തിന് എന്തായിരുന്നു? ചൂടുണ്ടായിരുന്നു അല്ലെ. ആ ചൂടുള്ള വെള്ളത്തില് എന്ത് കാണപ്പെടുന്നുണ്ട്? ബാക്ടീരിയാസ് ജീവിക്കുന്നുണ്ട്, ബാക്ടീരിയാസിനെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ബാക്ടീരിയാസിനെ ഒരു പേര് പറയും, ദാറ്റ് ഈസ് തെർമോഫൈൽസ് എന്നാണ് പറയുന്നത്. തെർമോഫൈൽസ് മീൻസ് ദ യൂണിസെല്ലുലാർ ഹീറ്റ് ലവിംഗ് ബാക്ടീരിയ ദാറ്റ് ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. അതായത് ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്ന ചൂടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചൂടുള്ള നീരുറവുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസിനെയാണ് എന്തെന്ന് പറയാ? തെർമോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെർമോഫൈൽസ് നമുക്കറിയാം, ഈ ബാക്ടീരിയ അല്ലെ, നമ്മൾ പറയും ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് നമ്മൾ ചൂടുള്ള അല്ലെ, അണുക്കളെ നശിപ്പിക്കാനായിട്ടൊക്കെ നമ്മൾ ചൂടുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചൂടുള്ള വെള്ളത്തിൽ ഈ ബാക്ടീരിയ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ ഒരു പഠനം നടത്തുകയാണ്. ആരാണ് ആ പഠനം നടത്തിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ബീർബൽ സാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ്, ലക്നൌവിലുള്ള ബീർബൽ സാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസ് എന്ത് ചെയ്യണം? അതിനെ കുറിച്ച് പഠിക്കണം. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും ചൂടുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ ബാക്ടീരിയാസിന് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു, എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ അവർ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാല് they found that calcium carbonate formed rapidly around the ഹോട്ട് സ്പ്രിങ്സ്. അതായത് ഈ പറഞ്ഞ ഹോട്ട് സ്പ്രിങ്സിന് ചുറ്റും എന്ത് കാണപ്പെട്ടു? കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് ഇവരെ എന്ത് ചെയ്തത്? ഇവരെ പ്രൊട്ടക്ട് ചെയ്തത് അല്ലെ. അതായത് this may have protected early organic molecules from radiations and extreme condition and helped form the first membrane. അതായത് അതായത് ഈ 3.5 ബില്യൺ ഇയേഴ്സ് എഗോ നമ്മുടെ ഭൂമിയിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് എന്തായിരിക്കും? ഇപ്പൊ നമ്മള് ഭൂമി ഉണ്ടായപ്പോൾ ഭൂമിയുടെ എന്തായിരുന്നു ചുറ്റുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല കാലാവസ്ഥയായിരുന്നു ഭൂമിക്ക് ഉണ്ടായിരുന്നു, അല്ല അല്ലെ? ഭൂമി എന്ന് പറയുമ്പോ നല്ല ചൂടായിട്ടുള്ള ഒരു ഗ്രഹമായിരുന്നു ഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ ഭൂമി തണുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യണത്? നമ്മൾ ഈ പറഞ്ഞ ജീവജാലങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോ അന്നത്തെ കാലാവസ്ഥയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? ഇതേപോലെ ജീവനുകൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ. ജീവൻ എന്ന് പറയുമ്പോൾ നമുക്ക് പോലെ മനുഷ്യനോ അല്ലെങ്കിൽ ചെടിയോ മറ്റുള്ള മൃഗങ്ങളോ ആണോ? അല്ല. എന്തായിരിക്കും? ഒരു സെല്ലായിരിക്കാം ഉണ്ടാവുക അല്ലെ, സെല്ലായിരിക്കാം
അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ പോലെയുള്ള അല്ലെ ഒരു സെല്ലാണ് ആദ്യം ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ ഈ പറഞ്ഞതുപോലെ എന്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവാം? കാൽഷ്യം കാർബണേറ്റ് അവിടെ ഉണ്ടാവുകയും ഫോം ചെയ്ത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് ആര് പറയുന്നത്? ഈ പറഞ്ഞ ബിർബൽ സാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെയാണ് കേട്ടോ. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫ്, അതായത് നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതാണ് അതിന്റെ പിക്ചർ. നമ്മുടെ ലഡാക്കിലത്തെ നേരത്തെ പറഞ്ഞ പൂഗ വാലി ഇല്ലേ, ആ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ കാണപ്പെടുന്നത്, അവിടെയുള്ള ഇതിന്റെ ഒരു ഹോട്ട് സ്പ്രിംഗിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കാണുന്നത്. എന്താണ് നോക്കി, ചുറ്റുപാട് നിങ്ങൾ നോക്കിയേ, കണ്ട ഒരു തണുത്ത ഒരു കാലാവസ്ഥ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഈ വെള്ളം എന്തായിരിക്കും? ചൂടായിട്ടുള്ള വെള്ളമായിരിക്കും അവിടെ നിന്ന് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് തന്നെയാണ് അല്ലെ, നമ്മുടെ സെൽ ഇസ് ദ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. എല്ലാ ജീവജാലങ്ങളെയും അടിസ്ഥാന ഘടകം എന്നാണ് സെല്ലാണ്. സെല്ലുകൊണ്ടാണ് എല്ലാവരുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഇൻ ഓൾ ലിവിങ് ഓർഗാനിസം. നേരത്തെ പറഞ്ഞതിന്റെ റിപ്പീറ്റേഷൻ തന്നെയാണ്. അതായത് അടിസ്ഥാന ഘടകം എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് ആയിട്ട് സ്ട്രക്ചറിലും ഫങ്ഷനിലൊക്കെ അതിന്റെ ബേസിക് എന്ന് ചോദിച്ചാൽ ഏതാണ്? സെൽസ് ആണ്. സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ശരീരങ്ങളും. മനുഷ്യന്റെ ശരീരമായാലും അല്ലെങ്കിൽ ചെടിയുടെ ശരീരമായാലും വേറെ എന്തെങ്കിലും ജീവ, അപ്പൊ ജീവജാലങ്ങളുടെ എല്ലാവരുടെയും ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? സെൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെൽസ് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓർഗാനിസംസ് വരും. There are two types of organisms, mainly unicellular organisms and multicellular organism. രണ്ട് ടൈപ്പ് ഓർഗാനിസത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ, യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും. യൂണിസെല്ലുലാർ, they have only one cell. Their body is made up of എന്ന് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് എന്താണ് made up of എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വരണം. ഇവിടെ എന്താണ്? ഒരൊറ്റ സെല്ലായിട്ട് അവരെ ഒരൊറ്റ സെല്ലുള്ള ജീവികളെയാണ് നമ്മൾ എന്ന് പറയാ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൾട്ടി സെല്ലുലാർ എന്തായിരിക്കും? ദേ ഹാവ് മില്യൺസ് ഓഫ് സെൽസ് ദാറ്റ് വർക്ക് ടുഗദർ. അവർ വേണം നമുക്ക് പറയാം their body is made up of millions of cells. ഒരു ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് സെല്ലുകൾ ചേർന്നിട്ട് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് സെല്ലുകൾ ചേർന്നിട്ട് ഒരു ജീവി ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് ബാക്ടീരിയ, ഈസ്റ്റ് പോലെയുള്ളവ. ഇവരൊക്കെ എന്താണ്? അവർക്ക് ഒരൊറ്റ സെല്ല് മാത്രമേ അവർക്കുള്ളൂ അല്ലെ. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എക്സാമ്പിൾ നമുക്ക് സിമ്പിൾ ആണ് അല്ലെ. എന്താണ്? പ്ലാന്റ്സ്, ഫിഷ്, ബേർഡ്സ്, ഹ്യൂമൻസ് എക്സെട്ര. വലിയ വലിയ ശരീരങ്ങളുള്ള എല്ലാ ജീവികളും അല്ലെ, ഇവരൊക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്, യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും വിത്ത് എക്സാമ്പിൾസ്. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത നോക്കിയേ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. നമുക്കറിയാം നമ്മുടെ ശരീരത്തില് സെൽസ് അല്ലെ, സെല്ലുകൾ കൂടി ചേർന്നിട്ട് അല്ലെ, സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അവർ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സെൽസ് കൂടി ചേർന്നാൽ ഒരേപോലെ സിമിലർ ആയിട്ടുള്ള സെൽസ് ഗ്രൂപ്പ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ടിഷ്യൂ ആയിട്ട് മാറും. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് പെർഫോമിംഗ് സിമിലർ ഫങ്ഷൻസ് ഫോം ടിഷ്യൂസ്. സിമിലർ സെൽസ്, ഒരേപോലെയുള്ള സെൽസ് ഒരേപോലെ പെർഫോം ചെയ്യുന്ന, ഒരേ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സെൽസ് കൂടി ചേർന്നാൽ പറയുന്ന പേരെന്താണ്? ദേ ആർ known as tissues. Tissues എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഡിഫറെന്റ് ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എൻ ഓർഗൻ. ഈ പലതരത്തിലുള്ള ടിഷ്യൂസ് കൂടി ചേർന്നാൽ എന്തായി മാറും? ഓർഗൻ ആയിട്ട് മാറും അല്ലെ. ടിഷ്യൂസ് ഗ്രൂപ്പ് ചെയ്തിട്ട് എന്തായി മാറും? ഓർഗൻ ആയിട്ട് മാറും. സെവറൽ ഓർഗൻസ് വർക്ക് ടുഗദർ ടു ഫോം ഓർഗൻ സിസ്റ്റം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർഗൻസ് കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറും. ഇങ്ങനെയാണ് പലതരത്തിലുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ചിലപ്പോ സെല്ലുലാർ ഓർഗനൈസേഷൻ കാണിക്കുന്നവരുണ്ടാവും, ചിലപ്പോ അവര് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് ടിഷ്യൂ ആയിട്ട് മാറിയിട്ടുള്ള ബോഡി ഉണ്ടാവും. അപ്പൊ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് ഓർഗൻസ് മാത്രമുള്ളത്, ഓർഗൻ സിസ്റ്റം ആയിട്ടുണ്ടാവില്ല ചിലരുടെ ശരീരത്തിൽ. അപ്പൊ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നവരാണ് എന്ത്? ഓർഗൻ സിസ്റ്റം. നമ്മളൊക്കെ എന്താ? മനുഷ്യരൊക്കെ ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? വി ആർ ഓർഗൻ സിസ്റ്റം ലെവൽ അല്ലെ. അവരുടെ നമ്മുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതായിരിക്കും? ദേ ആർ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പോ ഒന്നിച്ചുള്ള
പലതരത്തിലുള്ള ഓർഗൻസ് കൂടി ചേർന്നാൽ എന്തായി മാറി? ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറി. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ നേസൽ പോസും നേസൽ കാവിറ്റി, ട്രക്കിയ, ലങ്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തായി മാറുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റം ആയിട്ട് മാറുന്നത്. അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. അതേപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതായത് ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ സഹായിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് കൂടി ചേർന്നാൽ അതിന് എന്തെന്ന് പറയും നമ്മൾ? ഓർഗൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു സ്റ്റഡി സെൽസ്? ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ സെൽസിനെ കുറിച്ച് പഠനം നടത്തുന്നത്? ആരാണ് ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത്? അല്ലെ, ആരാണ് ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത് പിള്ളേരെ? ആരായിരിക്കും? ദാറ്റ് ഈസ് റോബർട്ട് ഹുക്ക് ഇൻ 1665. അതായത് 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് എന്ത് കണ്ടുപിടിക്കുന്നത്? സെല്ല് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ സെല്ല് നമ്മുടെ കണ്ണോട് കാണാനായിട്ട് പറ്റുമോ? നമ്മുടെ നേക്കഡ് ഐയോട് കാണാനായിട്ട് സാധിക്കുമോ ഈ പറഞ്ഞ സെല്ല്? ഇല്ല, അല്ലെ, കാണാനായിട്ട് സാധിക്കൂ? ഇല്ല. അപ്പൊ റോബർട്ട് ഹുക്ക് എങ്ങനെ കണ്ടുപിടിച്ചു? റോബർട്ട് ഹുക്ക് എങ്ങനെയായിരിക്കാം സെല്ലിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? he first observed a cell using a self-designed microscope. അല്ലെ, അവിടെയാണ് എന്ത് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ആവശ്യം വരുന്നത്. അദ്ദേഹം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു മൈക്രോസ്കോപ്പിൽ കൂടിയാണ് നോക്കിയാണ് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചത്? സെല്ല് കണ്ടുപിടിച്ചത്. ഓക്കെ, അദ്ദേഹം he observed small box-like compartments in a thin slice of cork. Cork ആണ് അദ്ദേഹം എടുത്തത്. ചെറിയ കോർക്കിന്റെ തിൻ സ്ലൈസ് വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹം എന്ത് കാണപ്പെട്ടു? സ്മോൾ ബോക്സ്-like compartments. ചെറിയ ബോക്സ് പോലെയുള്ള കുറച്ച് കമ്പാർട്ട്മെന്റ്സ് അദ്ദേഹം കാണുകയാണ്. ചെറിയ ചെറിയ ബോക്സ് പോലെയുള്ള കമ്പാർട്ട്മെന്റ്സ്. അങ്ങനെ അതിനെയാണ് അദ്ദേഹം എന്ത് പേരിട്ട് വിളിച്ചത്? സെൽസ് എന്ന് പറഞ്ഞു. he called them as a cells. അദ്ദേഹം അതിനെ സെൽസ് എന്ന് വിളിച്ചു. അപ്പോ ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. ഇൻ 1665 അദ്ദേഹം സെൽഫ് ഡിസൈൻഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്? സെൽസ് കണ്ടുപിടിച്ചത്. അദ്ദേഹം അതിനെ നോക്കിയപ്പോൾ ഏതുപോലെ കാണപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്മോൾ ബോക്സ് ലൈക്ക് കമ്പാർട്ട്മെന്റ്, ചെറിയ ചെറിയ പെട്ടി പോലെയുള്ള അല്ലെങ്കിൽ റൂം ലൈക്ക് പോലെയുള്ള കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് കാണപ്പെട്ടു. അതിനെ അദ്ദേഹം ഇട്ട പേരാണ് സെൽസ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് കണ്ണോട് കാണാനായിട്ട് പറ്റില്ല, അല്ലെ? ഈ സെൽസിനെ നമുക്ക് നേക്കഡ് ഐയോട് കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്തായാലും എന്തിന്റെ സഹായം വേണം? മൈക്രോസ്കോപ്പിന്റെ സഹായം വേണം. ഈ മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതായത് നമുക്ക് കണ്ണോട് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസിനെ, അല്ലെ, ചെറിയ ചെറിയ വസ്തുക്കളെ മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി കാണാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഹൗ ടു സ്റ്റഡി സെൽസ്. അപ്പൊ ആരാണ് കണ്ടുപിടിച്ചത്? അദ്ദേഹം സ്വന്തമായി ഡിസൈൻ ചെയ്ത മൈക്രോസ്കോപ്പിലൂടെ ആ സ്മോൾ ബോക്സ് ലൈക്ക് കമ്പാർട്ട്മെന്റ്സ് കണ്ടു. അദ്ദേഹം അതിനെ സെൽ എന്ന് പേരിട്ടു. ആരായിരുന്നു? നമ്മുടെ റോബർട്ട് ഹുക്ക്, അല്ലെ? അദ്ദേഹമാണ് ഈ പറഞ്ഞ സെൽസിനെ കണ്ടുപിടിച്ചത്. ഇനി എങ്ങനെ നമ്മൾ അപ്പൊ ഈ പറഞ്ഞ സെൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചെറിയ ചെറിയ എന്താണ് സെല്ലുകളാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിനെ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റില്ല? എന്തുകൊണ്ടാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്? ഈ ചെറിയ സെൽസിനെ കാണാനായിട്ട് പറ്റാത്തതിന് ഒരു എക്സ്പെരിമെന്റ് പോലെ ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്നതാണ്. ഡ്രോ 2 dots ഓൺ എ പേപ്പർ. നമ്മളൊരു പേപ്പറിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 dots വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 dots വരയ്ക്കുക. 2 dots വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? As they move closer, they cannot be seen separately beyond a limit. അതായത് ഇതിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 ഡോട്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഇല്ലേ? അതിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണത്. ഇപ്പോഴും നിങ്ങൾക്ക് അതിനെ കാണാനായിട്ട് പറ്റും. ഇനി ഒന്നും കൂടെ ഞാൻ അതിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്ത് കുറച്ച്, അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ 2 ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി അതിന് എന്ത് ചെയ്യണം? ഞാൻ ഒട്ടും ഇതിനെ നിങ്ങൾക്ക് ഇതിനെ നിങ്ങൾക്ക് 2 ആയിട്ട് നോക്കൂട്ടാ. അതായത് ഈ സെൽസ് തമ്മിൽ ഡിസ്റ്റൻസ് പരമാവധി കുറച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അതിനെ 2 ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? 2 ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്താണ്? ഒന്നായിട്ടേ അതിനെ കാണുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് എന്തുണ്ട്? നമുക്ക്
നമ്മുടെ കണ്ണിന് ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഐ, ഈ ഒരു പോയിന്റ് ആണ് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ കണ്ണിന് ഒരു റെസൊല്യൂഷൻ, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എത്രയാണ്? 0.1 mm millimeter ആണ്. ഇതാണ് നമ്മുടെ കണ്ണിന്റെ റെസൊല്യൂഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞ. ഈ ലിമിറ്റ് കഴിഞ്ഞ് ഉള്ള ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സെൽസ് നമ്മുടെ നേക്കഡ് ഐക്ക് കാണാനായിട്ട്, അതായത് നമ്മുടെ സാധാ രീതിയിൽ നമ്മളെ കണ്ണിൽ കാണാനായിട്ട് സാധിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ ഈ ഒരു കാരണമാണ്. അതായത് നമ്മുടെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഐ എത്രയാണ്? 0.1 mm ആണ്. അതിനേക്കാൾ ഡിസ്റ്റൻസ് കുറവായിട്ടാണ് എന്തിരിക്കുന്നത്? നമ്മുടെ സെൽസ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സെൽസിനെ അത്രയും ചെറുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സെൽസിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റാത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, at about 25 centimeter the near point of human eye 2.0.1 mm apart can be seen as distinct. അതായത് നമ്മളെ ഒരു ലിമിറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ് അല്ലെ. 25 സെന്റിമീറ്ററിൽ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വസ്തു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാനായിട്ട്. അതിലും അടുത്ത് വെച്ച് നോക്കിയാൽ നമ്മൾ ബുക്കൊക്കെ എടുത്തിട്ട് ഏറ്റവും മുന്നിലേക്ക് വെച്ചിട്ട് നമ്മൾ വായിക്കാനായിട്ട് ശ്രമിച്ചു നോക്കി, നമുക്ക് പറ്റുമോ? കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്കൊരു വസ്തു കാണണം എന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മുടെ ലിമിറ്റ്, അല്ലെങ്കിൽ എത്രയാണ് നമ്മുടെ ലെങ്ത്തിൽ, അത് അല്ലെങ്കിൽ എത്ര ലെങ്ത്തിൽ വെക്കണം, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ വെക്കണം എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 25 സെന്റിമീറ്റർ. 25 സെന്റിമീറ്ററിൽ നമ്മുടെ കണ്ണിൽ നിന്ന് 25 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. ആ ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ വസ്തുവിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ദ പോയിന്റ്സ് എത്രയായിരിക്കണം? ഈ 2 പോയിന്റ്സ് പറഞ്ഞില്ല നമ്മള്, ആ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 0.11 millimeter എങ്കിലും വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റില്ല. അത് ഒരൊറ്റ ഡോട്ട് ആയിട്ടേ കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കാണുന്നതിനെയാണ് ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഐ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ 0.1 mm അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റില്ല. ഇതുകൊണ്ടാണ് നമുക്ക് അപ്പൊ സെൽസിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 0.1 mm ഉണ്ടാവോ? ഇല്ല, അതിലും താഴെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് സെല്ലുകളെ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കാത്തത്. ഓക്കെ, ഇനി നമുക്കപ്പൊ പഠിക്കണം അല്ലെ, നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൗ ടു സ്റ്റഡി സെൽസ്. അപ്പൊ സെല്ലിനെ കുറിച്ച് പഠിക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്തുപയോഗിക്കും പഠിക്കാനായിട്ട്? അവിടെയാണ് ആരുടെ സഹായം വേണ്ടത്? നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ സഹായം ആവശ്യമായിട്ടുള്ളത്. എ കോൺവെക്സ് ലെൻസ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ലെൻസസ്, objective and eyepiece is used for the magnification of an object. അതായത് മൈക്രോസ്കോപ്പ് എന്തിനു സഹായിക്കുന്നു? ടു മാഗ്നിഫൈ ദി ഒബ്ജക്ട്സ് അല്ലെ, ഒബ്ജക്ട്സുകളെ മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി കാണാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ മൈക്രോസ്കോപ്പില് 2 ലെൻസുകൾ ഉണ്ടാവും അല്ലെ. കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, ഒന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പും ഒന്ന് ഐപീസും ഉണ്ടാവും. നമ്മൾ നോക്കുന്ന ഭാഗത്തെ ഉള്ള ലെൻസിനെയാണ് നമ്മൾ ഐപീസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ലെൻസിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയും. അങ്ങനെ 2 ടൈപ്പ് ലെൻസുകളായിരിക്കും മൈക്രോസ്കോപ്പിൽ ഉണ്ടാകുക. 2 ടൈപ്പ് മൈക്രോസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പും ഒന്ന് എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. നിങ്ങൾ സ്കൂളിലൊക്കെ ഉണ്ടാവുക, ലാബിലൊക്കെ ഉണ്ടാവുക ഏതായിരിക്കും? ലൈറ്റ് മൈക്രോസ്കോപ്പ് ആയിരിക്കും അല്ലെ. ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണ് പൊതുവെ അങ്ങനെ ലാബുകളിൽ, അതായത് സ്കൂളുകളിലെ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. നോക്കിയേ, ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് വിസിബിൾ ലൈറ്റ്. നമ്മുടെ സാധാരണ വെളിച്ചം, അതായത് സാധാരണ സൂര്യപ്രകാശത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വിസിബിൾ ആയിട്ടുള്ള ലൈറ്റിൽ അതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസസ് ഓഫ് 10x and 40x, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എത്രയായിരിക്കും? 10x 40x എക്സെട്ര അങ്ങനെ സംതിങ് ആയിരിക്കും. യൂസ്ഡ് ഫോർ ബെറ്റർ മാഗ്നിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ. നല്ല മാഗ്നിഫിക്കേഷനും റെസൊല്യൂഷനും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് മൈക്രോസ്കോപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കിയേ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിൽ യൂസ് ചെയ്യുന്നത് സാധാരണ വിസിബിൾ ലൈറ്റ് അല്ല, പകരം എന്താണ്? യൂസ് ഇലക്ട്രോൺ ബീംസ് ടു പ്രൊഡ്യൂസ് ഹൈലി മാഗ്നിഫൈഡ് ഇമേജസ് അറ്റ് നാനോമീറ്റർ സ്കെയില്. അതായത് അത്രയും ചെറുതിനെ ആയാലും ഭയങ്കര പവർഫുൾ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. കാരണം അവർ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോൺ ബീംസ് ആണ്, അല്ലാതെ വിസിബിൾ ലൈറ്റ് അല്ല, സാധാരണ പ്രകാശമല്ല. പകരം അവർ അതിനെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇലക്ട്രോൺ ബീംസ് ആയിരിക്കും. ഇതാണ് ഈ പറഞ്ഞ 2 മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ലൈറ്റ് മൈക്രോസ്കോപ്പും ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. ഓക്കെ, നെക്സ്റ്റ്
ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ പിക്ചർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഐപീസ്. ഇതാണ് ഐപീസ്. രണ്ട് ലെൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. there is two types of lens, one is eyepiece and one is objective lens. ഇതാണ് ഇവിടെയുള്ള ലെൻസ് ആണ് എന്നത്. ഇവിടെ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത് നോക്കുന്നത്. ഇതിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത് നോക്കുന്നത് കേട്ടാ. അപ്പൊ ഐപീസ്. പിന്നെ അതേപോലെ ഇതാണ് സ്റ്റേജ്. സ്റ്റേജിന്റെ ഇവിടെ ആയിരിക്കും സ്ലൈഡിൽ എന്ത് ചെയ്യും നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവും. ഈ ഒബ്ജക്റ്റിന്റെ അടുത്തുള്ള ലെൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, രണ്ട് നോബ്സ് കാണാനില്ലേ നിങ്ങൾക്ക്? കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്, ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്സ്. ഈ നോബ്സ് തിരിച്ചിട്ടാണ് എന്ത് ചെയ്യണത് നമ്മൾ മാഗ്നിഫൈ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കുന്നതൊക്കെ, മാഗ്നിഫൈ ഒക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബേസ്, ഇതാണ് മിറർ, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കുന്ന മിറർ. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, ഈ പാർട്സ് പഠിച്ചു വെക്കുക കേട്ടോ. ദാറ്റ് ഈസ് ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ആണ്. ആ പാർട്സ് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കാണാനായിട്ട് ഒരു മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ എത്രത്തോളം അത് വലുതാക്കി കാണാനായിട്ട് പറ്റും. ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഐപീസ് ഇൻറ്റു ഒബ്ജക്റ്റീവ് ലെൻസ്, അതായത് ഐപീസിന്റെ വാല്യൂവും ഒബ്ജക്റ്റീവ് ലെൻസിന്റെ വാല്യൂവും തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കിട്ടും. അതായത് ഐപീസ് ഒരു 10x ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസും ഒരു 10x ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? നമുക്കൊന്ന് സിമ്പിൾ ആണ് അല്ലെ. 10 × 10 ചെയ്താൽ മതിയില്ലേ? 10 × 10 എത്രയാണ്? 100. അപ്പൊ 100 ടൈംസ്, 100 ടൈംസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? വലുതാക്കി കാണിക്കുന്നു. അതിന്റെ മാഗ്നിഫിക്കേഷൻ, ആ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ കണ്ടെത്താനായിട്ട് അതിന്റെ ഐപീസിന്റെ വാല്യൂം അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ വാല്യൂം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഐപീസിന്റെ 10x ആണെങ്കിൽ ഒബ്ജക്റ്റീവിന്റെ 10x ആണെങ്കിൽ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ 100 ടൈംസ്, ദാറ്റ് ഈസ് 100 ടൈംസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് ഒരു ആക്ടിവിറ്റി ആണ് സൈസ്. ഒരു സെല്ലിന്റെ സൈസ് കണ്ടെത്താൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. നമുക്ക് ആദ്യം അതിനെന്ത് ചെയ്യാം? ടേക്ക് എ ട്രാൻസ്പെറന്റ് റൂളർ വിത്ത് millimeter mm മാർക്കിങ്സ്. നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാധാരണ ഒരു റൂളർ അല്ലേ, നമുക്ക് റൂളർ മീൻസ് സ്കെയിൽ, അത് ഉപയോഗിക്കുക. mm ഒക്കെ അളവ് ചെയ്തിട്ടുള്ള ഒരു സ്കെയിൽ വേണം. അതേപോലെ പ്ലേസ് ഇറ്റ് ഓൺ ദ സ്റ്റേജ് ഓഫ് മൈക്രോസ്കോപ്പ്, ഫോക്കസ് ആൻഡ് മെഷർ ദ ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ ഫീൽഡ് വ്യൂ. അതായത് അത് എവിടെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മിനിറ്റ്. ഇതാണ് സ്റ്റേജ് എന്ന് പറയുന്ന ഭാഗം അല്ലെ. ഇവിടെയാണ് നമ്മൾ സ്ലൈഡ് വെക്കുക. അപ്പൊ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഈ പറഞ്ഞ റൂളർ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. millimeter ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള റൂളർ സ്കെയിൽ വെക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവിടെ എന്തായിരിക്കും കാണാതെ? ഫോക്കസ്, മെഷർ ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കുലർ ഫീൽഡ് ഓഫ് വ്യൂ. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗം മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ നമുക്ക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? സ്കെയിൽ വെച്ചു. സ്കെയിൽ വെക്കുക, ഇതാണ് സ്കെയില്. millimeters ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇങ്ങനെ സ്കെയിൽ വെക്കുക. ഈ ഡയമീറ്ററിന്റെ സ്കെയിൽ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൺവേർട്ട് ദ ഡയാമീറ്റർ ഫ്രം mm to micrometer. അതായത് ഇവിടെ എന്ത് ചെയ്യണം? ഈ ഡയാമീറ്റർ അളക്കണം. ഈ ഒരു ഡയാമീറ്റർ എന്ത് ചെയ്യണം? അളക്കണം. നമുക്ക് millimeter സ്കെയിൽ ആണല്ലേ, എത്ര millimeterനെ കിട്ടുള്ളൂ അങ്ങനെ അളക്കുമ്പോൾ. അങ്ങനെ ആ millimeterനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മൈക്രോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. millimeter, അപ്പൊ നമ്മൾ ആ പറഞ്ഞ ഡയാമീറ്ററിൽ എന്ത് ചെയ്യുക? അളക്കുക. ഡയമീറ്റർ അളക്കുക, എത്രത്തോളം millimeters ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ആ millimeterനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? We have to convert millimeter to micrometer. നോക്കേ, 1 millimeter എന്ന് പറഞ്ഞാൽ 1000 മൈക്രോമീറ്റർ ആണ്. ഈ പോയിന്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് തന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 1 millimeter എന്ന് പറഞ്ഞാൽ 1000 മൈക്രോമീറ്റർ ആണ്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ടീച്ചർ. 5 millimeter എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയായിരിക്കും? 5000 മൈക്രോമീറ്റർ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം റിമൂവ് ദ റൂളർ ആൻഡ് പ്ലേസ് ആൻ ഒനിയൻ പീൽ സ്ലൈഡ്. ആ റൂളർ മാറ്റിയതിനു ശേഷം നമ്മളിപ്പോ എന്ത് കണ്ടുപിടിച്ചു? അതിന്റെ ഡയമീറ്റർ ലെങ്ത് കണ്ടുപിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം? ആ റൂളർ സ്കെയിൽ മാറ്റിയതിനു ശേഷം അവിടെ എന്ത് ചെയ്യണം? ആ ഒനിയൻ പീലിന്റെ ഒരു സ്ലൈഡ് ഉണ്ടാക്കി വെക്കാം. സ്ലൈഡിൽ ഒനിയൻ പീല് ചെയിനൊക്കെ ചെയ്ത് നമ്മുടെ കവർ സ്ലിപ്പൊക്കെ ഇട്ട് എന്ത് ചെയ്യാ? വയ്ക്കാം. അതിനുശേഷം ഫോക്കസ് ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് പ്രസന്റ് അലോങ് ദ ഡയമീറ്റർ ഇൻ 1 straight line.
ഓക്കെ, നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു സ്കെയിൽ മാറ്റി ഇനി എന്ത് ചെയ്യണം? സ്കെയിൽ മാറ്റിയതിന് ശേഷം നമ്മളിപ്പോ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ടാവും? സ്ലൈഡ് വെച്ചിട്ടുണ്ട് അല്ലേ. ദേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ലൈഡ് വെച്ചിട്ടുണ്ട്. ഒനിയൻ പീലിന്റെ സ്ലൈഡാണ് വെച്ചിട്ടുള്ളത്. സ്ലൈഡ് വെച്ചപ്പോൾ ഈ ഭാഗത്തെ സെല്ലുകളെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഭാഗത്തെ സെല്ലുകളെ എണ്ണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയമീറ്റർ കണ്ടുപിടിച്ചു അല്ലെ, അതിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. അതിനുശേഷം അവിടെ എന്ത് ചെയ്യണം? ഒനിയൻ പീലിന്റെ സ്ലൈഡ് വെക്കുക. ആ ഭാഗത്തിൽ കാണുന്ന, ആ സ്ട്രെയിറ്റ് ലൈനിൽ കാണുന്ന സെല്ലുകളുടെ എണ്ണം എടുക്കുക. എത്ര സെല്ലുണ്ട് എന്ന് എണ്ണുക. ഓക്കെ, കൗണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. എസ്റ്റിമേറ്റ് ദ റിയൽ സൈസ് ഓഫ് സെൽ യൂസിങ് ഫോർമുല. അതിനുശേഷം നമ്മളോട് സെല്ലിന്റെ സൈസ് കണ്ടെത്താനായിട്ട് ഒരു ഫോർമുല ഉപയോഗിക്കണം. ഇമ്പോർട്ടന്റ്. അതെ, ഫോർമുല. എന്താണ് ആ ഫോർമുല എന്ന് നോക്കുക. ഇത് പഠിച്ചു വെക്കണം. നോക്കിയേ, എസ്റ്റിമേറ്റ് സൈസ് ഓഫ് ദ ഓനിയൻ പീൽ സെൽ. ഒരു സെല്ലിന്റെ സൈസ് കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഡയമീറ്റർ ഓഫ് ദ വിസിബിൾ ഫീൽഡ് ഇൻ ദ മൈക്രോമീറ്റർ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡയമീറ്റർ കണ്ടുപിടിച്ചില്ലേ, സ്കെയിൽ വെച്ചു. എത്ര മില്ലിമീറ്റർ നിന്ന് കണ്ടെത്തി? എത്ര മില്ലിമീറ്റർ ആണ്? ആ മില്ലിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു? മൈക്രോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സെൽസ് അലോങ് ദ ഡയമീറ്റർ. ആ ഒരു ഡയമീറ്ററിൽ എത്ര സെൽ ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്തു അല്ലെ. അതിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ഒരു സെല്ലിന്റെ അളവ് കിട്ടും. അതായത് സൈസ് നമുക്ക് കിട്ടും. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടാ. സൈസ് ഓഫ് സെൽ, ഒരു സെല്ലിന്റെ സൈസ് കണ്ടെത്താനായിട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. എന്താണ്? ഡയമീറ്റർ ഓഫ് ദ വിസിബിൾ ഫീൽഡ് ഇൻ ദ മൈക്രോമീറ്റർ ആൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സെൽസ് അലോങ് ദ ഡയമീറ്റർ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലെ. ഡയമീറ്റർ നമുക്ക് എത്രയാണ്? 5 mm ആണ് കിട്ടിയിട്ടുള്ളത്. 5 mm നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു എന്താണ്? മൈക്രോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. ഒരു mm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മൈക്രോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കൺവേർട്ട് ചെയ്തപ്പോ അവിടെ എത്ര കിട്ടി? 5000 മൈക്രോമീറ്റർ എന്ന് കിട്ടി. നോക്കിയാൽ നമ്പർ ഓഫ് ഓനിയൻ സെൽസ് നമ്മൾ എണ്ണിയപ്പോൾ എത്ര കിട്ടി? 25 സെല്ലുകളുടെ എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിന്റെ സൈസ് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5000, അതായത് ആ ഡയമീറ്ററിലുള്ള, ഫീൽഡിലുള്ള അതിന്റെ അളവും അതിനെ ഡിവൈഡ് ബൈ എത്ര എണ്ണം, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെല്ലിന്റെ സൈസ് കിട്ടും. ദാറ്റ് ഈസ് 200 മൈക്രോമീറ്റർ എന്ന് കിട്ടി. സിമ്പിൾ ആണ്. ആ ഇക്വേഷൻ ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടാ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെല്ലിന്റെ സൈസ് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് സ്ട്രക്ചർ ഓഫ് സെൽ. സ്ട്രക്ചർ ഓഫ് സെൽ. സെല്ലിന്റെ സ്ട്രക്ചറിലാണ് സെൽ ഇന്ററാക്ട് വിത്ത് നൈബറിംഗ് സെൽസ് ആൻഡ് സറൗണ്ടിങ്സ്. നമുക്കറിയാം ഒരു സെൽ എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണോ ആ സെൽ? അല്ല അല്ലെ. ആ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള ചുറ്റുപാടുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ് സെൽസിനായിട്ടും എൻവയോൺമെന്റ് ചുറ്റുപാടിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ദേ ആർ ഇന്ററാക്ടിങ് വിത്ത് നൈബറിംഗ് സെൽസ് ആൻഡ് സറൗണ്ടിങ്സ്. എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഒക്കറിംഗ് ത്രൂ സെൽ ബൗണ്ടറി. അതേപോലെ തന്നെ ഒരു സെല്ലിൽ നിന്ന് ഒരു വസ്തു എവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദേ ആർ എക്സ്ചേഞ്ചിങ് തിങ്സ് അല്ലെ ബിറ്റ്വീൻ സെൽസ്. അതായത് സെല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ ദീസ് ഇന്ററാക്ഷൻസ് ആർ എസെൻഷ്യൽ ഫോർ സർവൈവൽ. ഈ ഇന്ററാക്ഷൻ എന്തിന് അത്യാവശ്യമാണ്? സർവൈവലിന് അത്യാവശ്യമാണ്. അല്ലാതെ ഞാൻ ഒന്നും കൊടുക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം എന്നാണ് ഒരു സെല്ല് വിചാരിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു സെല്ല് വിചാരിച്ചാൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. സെല്ലുകളിൽ നിന്ന് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ആ എക്സ്ചേഞ്ച് നടന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? സർവൈവൽ ഉണ്ടാവുള്ളൂ, നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നോക്കിയേ, സ്ട്രക്ചർ പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ് സെൽ മെംബ്രെയിൻ, ദാറ്റ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ സെല്ലിന്റെ. എന്താണ് ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ എന്ന് ചോദിച്ചാൽ തിൻ ബൗണ്ടറി സറൗണ്ടിങ് ദ സെൽസ്. സെൽസിനെ ചുറ്റിക്കാണുന്ന ഒരു ചെറിയ ഒരു മെംബ്രെയിൻ അല്ലെ. ഇതൊരു സെല്ലാണെങ്കിൽ അതിനെ ചുറ്റിക്കാണുന്ന ഒരു തിൻ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ദീസ് പ്രൊട്ടക്ട് സെല്ലുലാർ കണ്ടന്റ്സ്. എന്താണ് അതിന്റെ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ ഉള്ളത്? ഈ സെൽ മെംബ്രെയിന്റെ ഉള്ളിലുള്ള ഒരുപാട് സെൽ ഓർഗനൽസും സൈറ്റോപ്ലാസം പോലുള്ള കണ്ടന്റ്സുകൾ ഉണ്ട് അല്ലെ. ആ കണ്ടന്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ സെൽ മെംബ്രെയിൻ ഉള്ളത്. അടുത്തത് ഗിവ് ഇൻഡിവിജ്വാലിറ്റി ടു ദ സെൽ. അതായത് ഓരോ സെല്ലും ഇൻഡിവിജ്വാലിറ്റി അല്ലെ. അത് ഇൻഡിവിജ്വാലിറ്റിയും
കൊടുക്കുന്നുണ്ട്. ഏത്? നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫങ്ഷൻസ് ആയിട്ട് എടുത്ത് നോക്കാം അല്ലെ. ഫങ്ഷൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നോക്കുക കേട്ടാ. ഫങ്ഷൻസ് എന്താണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന്റെ ഫങ്ഷൻസ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? കൺട്രോൾ ദ എൻട്രി ആൻഡ് എക്സിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസസ്. നമ്മൾ പറഞ്ഞു സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾസ് അല്ലെ. മറ്റുള്ള സറൗണ്ടിങ്സിനായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാ വസ്തുക്കളെയും പാർട്ടിക്കിൾസിനെയും അകത്തേക്ക് എടുക്കണം, പുറത്തേക്ക് കളയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഒരു കൺട്രോൾ ഇല്ലാതെ എല്ലാ വസ്തുക്കളെയും ഉള്ളിലേക്ക് എടുക്കുക അല്ലെങ്കിൽ എല്ലാത്തിനെയും പുറത്തേക്ക് കളയുക, അത് ശരിയാവില്ല. അപ്പോ അതിന് പകരം കൺട്രോൾ ചെയ്തിട്ട് ഈ വസ്തുക്കളുടെ എൻട്രിയും എക്സിറ്റും ഒക്കെ നടത്തുക. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആരുടെ? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിന്റെ. രണ്ടാമത്തത് സെപ്പറേറ്റ് സെൽസ് കണ്ടന്റ്സ് ഫ്രം സറൗണ്ടിങ്സ്. ചുറ്റുപാടുകളായിട്ട് സെല്ലിന്റെ ഉള്ളിലത്തെ കണ്ടന്റ്സിനെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. അടുത്തത് എനേബിൾസ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ കൺട്രോൾ ആയിട്ടാണെന്ന് പറഞ്ഞു അല്ലെ. കൺട്രോൾ ആയിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് നടത്തണം അല്ലെ. എക്സ്ചേഞ്ച് നടത്തണമെങ്കിൽ ആരുടെ സഹായം വേണം? ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന്റെ സഹായം അത്യാവശ്യമാണ്. അടുത്തത് ഹെൽപ് സെൽസ് റെസ്പോണ്ട് ടു ദെയർ എൻവയോൺമെന്റ്. അതേപോലെ തന്നെ ചുറ്റുപാടിനേക്കും എൻവയോൺമെന്റിലേക്കും റെസ്പോണ്ട് ചെയ്യാനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻസിന്റെ ഫങ്ഷൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ഉണ്ട്. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന്റെ പ്രത്യേക ഫീച്ചേഴ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിന്റെ തന്നെയാണ് ഈ ആദ്യത്തെ പോയിന്റ്. അതായത് കൺട്രോൾ ദ എൻട്രി ആൻഡ് എക്സിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ, എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നില്ല? കടത്തിവിടുന്നില്ല, അല്ലെങ്കിൽ എല്ലാത്തിനെയും പുറത്തേക്ക് കളയുന്നില്ല. എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്തിട്ടാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ടീവ്ലി പെർമിയബിൾ. എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കില്ല, എല്ലാവരെയും പുറത്തേക്ക് വിടുകയില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അടുത്തത് അലൗ സം സബ്സ്റ്റൻസസ് ടു പാസ്. നേരത്തെ പറഞ്ഞതിന്റെ തന്നെയാണ്. അതായത് ചില സബ്സ്റ്റൻസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പുറത്തേക്ക് വിടുന്നുള്ളൂ. അടുത്തത് പ്രിവെന്റ് പാസേജ് ഓഫ് സർട്ടൻ അതേഴ്സ്. ചിലതിനെ ഒട്ടും എന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് വിടുന്നില്ല. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മെയിൻ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കളയുന്നതും അകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആക്ടിവിറ്റിയിലൂടെ നോക്കാം. നോക്കിയേ, ഒന്നാമത്തെ കട്ട് എ പൊട്ടാറ്റോ ഇൻടു 2 ഈക്വൽ പീസസ്. ഒരു പൊട്ടാറ്റോ അതായത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് 2 പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. രണ്ടാമത്തത് മെഷർ ആൻഡ് റെക്കോർഡ് ദർ ഇനീഷ്യൽ വെയിറ്റ്സ്. കട്ട് ചെയ്ത ആ പൊട്ടാറ്റോസിന്റെ ഇനീഷ്യൽ വെയിറ്റ്, അത് വെയിറ്റ് അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേസ് 1 piece in beaker A plain water. Next we have to take a beaker with plain water. അതായത് ആ ബീക്കറിൽ എന്ത് പാടുള്ളൂ? പ്ലെയിൻ വാട്ടർ, സാധാരണ വെള്ളം പാടുള്ളൂ കേട്ടോ ഒരു ബീക്കറിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പീസ് എന്ത് ചെയ്യണം? ആ പ്ലെയിൻ വാട്ടറിൽ ഇടുക. നെക്സ്റ്റ് പ്ലേസ് ദ അതർ ഇൻ ബീക്കർ ബി, ദാറ്റ് ഈസ് 20% സാൾട്ടി ഓർ ഷുഗർ സൊല്യൂഷൻ. നെക്സ്റ്റ് ബീക്കറിൽ എന്തായിരിക്കണം എടുക്കേണ്ടത്? ഒന്നല്ലെങ്കിൽ 20% ഷുഗർ സൊല്യൂഷനോ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷനോ, അതിലേക്ക് അടുത്ത പീസ് ഇടാം. അപ്പൊ ഫസ്റ്റ് ബീക്കറിൽ എന്തായിരിക്കും? പ്ലെയിൻ വാട്ടർ ആയിരിക്കും, സാധാരണ വെള്ളം, അതിലൊരു പീസ് ഇട്ടു. രണ്ടാമത്തെ ബീക്കർ എന്തായിരിക്കും? 20% ഷുഗർ സൊല്യൂഷനോ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷനോ എടുക്കുക, അതിലേക്ക് ഒരു പീസ് ഇട്ടു. നെക്സ്റ്റ് നോക്കിയേ, ലീവ് ഫോർ അബൌട്ട് an hour until changes are seen. ഒരു മണിക്കൂറിലേക്ക് ശേഷം അതിനെ എന്ത് ചെയ്യുക? റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നെക്സ്റ്റ് മെഷർ ദ ഫൈനൽ വെയിറ്റ്. അതിനുശേഷം എന്ത് ചെയ്യാൻ? ഒരു മണിക്കൂറിന് ശേഷം ഈ പറഞ്ഞ പൊട്ടാറ്റോ പീസസ് തിരിച്ചെടുത്തിട്ട് അതിന്റെ വെയിറ്റ് അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെയിറ്റ്. അപ്പൊ നമുക്ക് എന്ത് വ്യത്യാസം ഉണ്ടായി എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെയിറ്റ് അളന്ന് വെച്ചിട്ടുണ്ട് അല്ലെ. അതും ഇതും കൂടി എന്ത് ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാല് നമുക്ക് മനസ്സിലാവും ആ വെയിറ്റിൽ എന്ത് ഡിഫറൻസ് ഉണ്ടായി എന്ന്. നമുക്ക് നോക്കാം എന്ത് ഡിഫറൻസ് ഉണ്ടായി. ഇതാണ് അതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു പടം കൊടുത്തിരിക്കുന്നത് കേട്ടാ. ബീക്കർ എ പ്ലെയിൻ വാട്ടർ, ബീക്കർ ബി വിത്ത് 20% ഓഫ് സാൾട്ട് ഓർ ഷുഗർ സൊല്യൂഷൻ, ആൻഡ് ഇനീഷ്യൽ വെയിറ്റും ഫൈനൽ വെയിറ്റും. ഇതില് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു വ്യത്യാസം അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നോക്കിയേ, എന്താണ് ഒബ്സർവേഷൻ ദാറ്റ് ഈസ് ബീക്കർ എ, ഇൻ ബീക്കർ എ ദ പൊട്ടാറ്റോ പീസ് സ്വെൽസ്. ഒന്നാമത്തെ ബീക്കറിൽ എന്ത് ചെയ്തു? പൊട്ടാറ്റോ എന്ത് ചെയ്തു? ഒന്ന് സ്വെല്ല് ചെയ്തു, ഒന്ന് വീർത്തു അല്ലെ. സെക്കൻഡ് ബീക്കറിൽ പൊട്ടാറ്റോ പീസ് ഒന്ന് ഷ്രിങ്ക് ചെയ്തു. ഷ്രിങ്ക് മീൻസ് ചുരുങ്ങുക എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യത്തെ ബീക്കറിൽ എന്തായിരുന്നു? പ്ലെയിൻ വാട്ടർ ആയിരുന്നു അല്ലെ. അവിടുത്തെ പൊട്ടാറ്റോ പീസ് ഒന്ന് സ്വെല്ല് ചെയ്തു,
പിന്നെ രണ്ടാമത്തെ ബീക്കറിൽ എന്ത് സംഭവിച്ചു? ഒന്ന് ഷ്രിങ്ക് ചെയ്തു, പൊട്ടാറ്റോ പീസ് ഒന്ന് ചുരുങ്ങി. ഓക്കെ, എന്താണ് ഇൻഫ്ലുവൻസ്? അതിന് കിട്ടിയിട്ടുള്ള കാര്യം, ബീക്കർ എ ദ വെയിറ്റ് ഓഫ് ദ പൊട്ടാറ്റോ ഇൻക്രീസസ്, ഇൻ ബീക്കർ ബി ദ വെയിറ്റ് ഓഫ് ദ പൊട്ടാറ്റോ ഡിക്രീസസ്. ബീക്കർ എയില് പൊട്ടാറ്റോ പീസിന്റെ വെയിറ്റ് എന്ത് ചെയ്ത് നമ്മൾ കണക്കൂട്ടി നോക്കിയപ്പോ, കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ അവിടെ മനസ്സിലായി, എന്ത് മനസ്സിലായി? ആദ്യത്തെ ബീക്കറിൽ പൊട്ടാറ്റോ പീസിന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തു, രണ്ടാമത്തെ ബീക്കറിൽ പൊട്ടാറ്റോ പീസിന്റെ ആ വെയിറ്റ് എന്ത് ചെയ്ത് കുറഞ്ഞിരിക്കുന്നു, ഡിക്രീസ് ചെയ്തു. This is because the cell membrane allows water to move in and out but not the sugar or salt molecules. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതായത് നമ്മുടെ സെൽ മെംബ്രെയിൻ, പൊട്ടാറ്റോയുടെ സെൽ മെംബ്രെയിൻ, അതിന്റെ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അല്ലെ, പുറത്തേക്കും അതേപോലെ ഉള്ളിലേക്കും പാസ് ചെയ്യാനായിട്ട് അലൗ ചെയ്തു. ബട്ട് ദേ ഡു നോട്ട് അലൗ ഷുഗർ ഓർ സാൾട്ട് മോളിക്യൂൾസ് ടു പാസ്. അതായത് ഷുഗറിന്റെയോ അല്ലെങ്കിൽ സാൾട്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ വെക്കാനല്ലേ പറഞ്ഞത്. അപ്പം സാൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ അതിലെ സാൾട്ട് മോളിക്യൂൾസിന് എന്ത് സംഭവിച്ചില്ല? അതായത് പുറത്തേക്കോ അകത്തേക്കോ കടത്തി വിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ മൂവ്സ് ഫ്രം എ ഡൈലൂട്ട് സൊല്യൂഷൻ മോർ വാട്ടർ ഓർ ലെസ് സൊല്യൂട്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈലൂട്ട് സൊല്യൂഷൻ. അതായത് കുറവ് സൊല്യൂട്ടും അതേപോലെ കൂടുതൽ വെള്ളമുള്ള സൊല്യൂഷനാണ് നമ്മൾ ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ ലെസ് വാട്ടർ ആൻഡ് മോർ സൊല്യൂട്ട്. കൂടുതൽ സൊല്യൂട്ടും കുറച്ച് വെള്ളമുള്ള സൊല്യൂഷൻ നമ്മൾ കോൺസെൻട്രേറ്റഡ് എന്ന് പറയും. അതേപോലെ കുറച്ച് സൊല്യൂട്ടും കൂടുതൽ വെള്ളമുള്ളതിനെ നമ്മൾ ഡൈലൂട്ടഡ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോ through a selectively permeable membrane until the concentration become equal, it is called osmosis. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അല്ലെ, ഡൈലൂട്ട് സൊല്യൂഷനിലും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലും ഈ വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആക്കി വെക്കാനായിട്ട്, അല്ലെ, കോൺസെൻട്രേഷൻ ഈക്വൽ ആയി വരുന്ന വരെയും എന്ത് ചെയ്തിട്ടുണ്ട്? സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. അല്ലെ, എന്തുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ? നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാത്തിനെയും കടത്തിവിടുന്നില്ല. ഇവിടെ എല്ലാത്തിനെയും കടത്തിവിട്ടോ? ഇല്ല. അല്ലെ, വാട്ടറിന്റെ മോളിക്യൂൾസിനെ മാത്രമാണ് കടത്തിവിട്ടത്. സൊല്യൂട്ടിന്റെ മോളിക്യൂൾ, അതായത് സാൾട്ടിന്റെയോ ഷുഗറിന്റെയോ മോളിക്യൂൾസിനെ അത് പാസ് ചെയ്തോ? കടത്തിവിട്ടോ? ഇല്ല. അപ്പോ ഇത് സെലക്റ്റീവ് പെർമിയബിൾ അല്ലേ, വെള്ളത്തിനെ മാത്രം എന്ത് ചെയ്ത് കടത്തിവിട്ടു. അപ്പോ സെലക്റ്റീവ്ലി ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഹയർ കോൺസെൻട്രേഷൻ ഈക്വൽ, അതായത് കോൺസെൻട്രേഷൻ ഈക്വൽ ആവാൻ വരെയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ വെള്ളത്തിനെ കടത്തി വിട്ടുകൊടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓസ്മോസിസ് എന്ന് പറയാം. അല്ലെ, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഇന്റർമിക്സ് ഡ്യൂ ടു എ ഡിഫറൻസ് ഇൻ ദെയർ കോൺസെൻട്രേഷൻ, അതിനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡിഫ്യൂഷൻ, ഇറ്റ് ഈസ് ദ നെറ്റ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ഈവൻ വിത്തൗട്ട് എ മെംബ്രെയിൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓസ്മോസിസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, പോയിക്കൊണ്ടിരിക്കുന്നത് ത്രൂ എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നവിടെ പറയുന്നുണ്ട്. പക്ഷേ ഡിഫ്യൂഷനും ഇത് തന്നെയാണ്. എന്താണ്? മൂവ്മെന്റ് ആണ്. അല്ലെ, എന്താണ്? എന്തെങ്കിലും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് തന്നെയാണ്. എവിടെ നിന്നാണ്? ഹയർ ടു ലോവർ ആണ്, ലോവർ കോൺസെൻട്രേഷൻ തന്നെയാണ്. പക്ഷേ അവിടെ എന്താവശ്യമില്ല? മെംബ്രെയിൻ അത്യാവശ്യമാണോ? വേണ്ട. അല്ലെ, ഡിഫ്യൂഷന് ഒരു മെംബ്രെയിൻ വേണമെന്നില്ല. പക്ഷേ ഓസ്മോസിസിന് എന്താണ്? ഒരു മെംബ്രെയിൻ അത്യാവശ്യമാണ്. അത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പൊ ഡിഫ്യൂഷനും ഓസ്മോസിസും രണ്ടും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നത് തന്നെയാണ്. പക്ഷെ ഓസ്മോസിസിലെ എന്താണ്? ഒരു മെംബ്രെയിൻ അത്യാവശ്യമാണ്, ഒരു സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ അത്യാവശ്യമാണ്. പക്ഷെ ഡിഫ്യൂഷന് എന്ത് വേണ്ട? മെംബ്രെയിൻ വേണമെന്നില്ല, മെംബ്രെയിൻ അത്യാവശ്യമല്ല. മെംബ്രെയിൻ ഇല്ലെങ്കിലും അവരെന്ത് നടത്തും? ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് നടത്തുന്നതായിരിക്കും. അതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, Osmosis is the diffusion of water across a selectively permeable. ഇവിടെ നമ്മൾ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓസ്മോസിസിലെ എന്തായാലും എന്തുണ്ടാവും? ഒരു മെംബ്രെയിൻ അത്യാവശ്യമാണ്. ഡിഫ്യൂഷനിൽ അതില്ല. അതിനൊരു എക്സാമ്പിൾ, ഓസ്മോസിസ് നടത്തുന്നതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ്സിലെ വെള്ളം, വാട്ടർ ഫ്രം ദ സോയിൽ എൻറ്റേഴ്സ് റൂട്ട് സെൽസ് ബൈ ഓസ്മോസിസ്. അതായത് മണ്ണിൽ നിന്ന് ആ വെള്ളം എന്ത് ചെയ്യുന്നത്? റൂട്ടിലേക്ക്, അല്ലെ, റൂട്ടിലെ സെല്ലിലേക്ക് കടക്കുന്നത് ഏത് വഴിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ നടക്കുന്ന ആ പ്രോസസ് ഏതാണ്? ഓസ്മോസിസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ ആ പറഞ്ഞ പൊട്ടറ്റോസിനെ സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെ, അതായത് ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ബീക്കറിൽ എന്തായിരുന്നു? പ്ലെയിൻ ആയിരുന്നു. അല്ലെ, പ്ലെയിൻ വാട്ടർ ആയിരുന്നു. അപ്പോ അവിടെ സൊല്യൂട്ട് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ വെള്ളം എവിടെയായിരിക്കും? ഇതാണ്, ഈ പുറമേ ഉള്ളതാണ് ഹയർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ളത്. ഈ പൊട്ടാറ്റോയുടെ സെൽസിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ലോവർ കോൺസെൻട്രേഷൻ ആയിരിക്കും. അല്ലെ, വെള്ളത്തിന്റെ അംശം കുറവായിരിക്കും. അപ്പൊ വെള്ളം എങ്ങോട്ട് കയറും? ഈ പറഞ്ഞ
പുറത്തുനിന്ന് അകത്തേക്ക് എന്ത് ചെയ്യും കയറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പൊട്ടാറ്റോ എന്ത് ചെയ്ത് സ്വെൽ ചെയ്തത്. ഓക്കെ, രണ്ടാമത്തെ എന്തായിരുന്നു? സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? പുറത്ത് എന്തായിരിക്കും? സൊല്യൂട്ട് ആയിരിക്കും കൂടുതൽ അല്ലെ. സൊല്യൂട്ട് കൂടുതലും സോൾവെന്റ് കുറവായിരിക്കും. സോൾവെന്റ് എന്തായിട്ടുണ്ടാവും? കുറവായിരിക്കും. വെള്ളത്തിന്റെ അളവ് അവിടെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഈ പൊട്ടറ്റോയുടെ ഉള്ളിലായിരിക്കും എന്തിന്റെ അംശം കൂടുതൽ? വെള്ളത്തിന്റെ അംശം കൂടുതൽ. അപ്പോ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് പോവുക അല്ലെ. അപ്പൊ വെള്ളം എവിടേക്ക് പാസ് ചെയ്യും? പൊട്ടാറ്റോ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പാസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പൊട്ടറ്റോ എന്ത് ചെയ്തത്? ഷ്രിങ്ക് ചെയ്തത്, ചുരുങ്ങിയത്. ഇപ്പൊ മനസ്സിലായ? അപ്പൊ നമ്മുടെ സെൽ മെംബ്രെയിന്റെ കാര്യം പറയാനാണ് ഈ ആക്ടിവിറ്റി പറഞ്ഞത്. സെൽ മെംബ്രെയിൻ എന്താണ്? സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞില്ലേ? അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എഫക്ട് ഓഫ് സൊല്യൂഷൻ ഓഫ് ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ് ഓൺ എ സെൽസ് നോക്കാം. നമുക്ക് 3 സൊല്യൂഷൻസ് ആണ് പറയുന്നത്. ഐസോട്ടോണിക് സൊല്യൂഷൻസ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. നമുക്ക് നോക്കാം എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. Isotonic solutions. Solute concentration of extracellular medium is equal to solute concentration of intracellular medium. അതായത് എക്സ്ട്രാ സെല്ലുലാർ മീൻസ് സെല്ലിന്റെ പുറത്തുള്ളതും ഇൻട്രാസെല്ലുലാർ എന്ന് പറയുമ്പോൾ അകത്തുള്ളതും. ഈ രണ്ട് മീഡിയത്തിലും സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയുള്ള സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത്? ഐസോട്ടോണിക് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ സെൽസിന് വല്ല ചേഞ്ച് വരുമോ? ഇല്ല, അവിടെ ചേഞ്ചസ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ ഐസോട്ടോണിക് സൊല്യൂഷന്റെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇനി അടുത്ത നോക്കിയേ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ മീഡിയം. എക്സ്ട്രാ സെല്ലുലാർ മീഡിയം എന്ന് പറയുമ്പോൾ സെല്ലുകൾക്ക് പുറമേ ഉള്ളത് അല്ലെ, അതിന്റെ സൊല്യൂട്ടിന്റെ അളവ് ഈസ് ലെസ് ദാൻ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഇൻട്രാസെല്ലുലാർ മീഡിയം. അതായത് സെല്ലിന്റെ ഉള്ളിലത്തെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ, ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ മീഡിയത്തിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അകത്താണ് ഇവിടെ കൂടുതൽ. അങ്ങനെ സംഭവിക്കുമ്പോൾ പുറത്തപ്പം എന്തായിരിക്കും? സൊല്യൂട്ടിന്റെ അളവ് കുറയുമ്പോൾ വെള്ളത്തിന്റെ അളവ് എന്തായിരിക്കും? അവിടെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ വെള്ളം എവിടെയായിരിക്കും കൂടുതൽ? ഇപ്പൊ ഇവിടെ, അതായത് പുറത്തായിരിക്കും. അതിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ പുറത്തായിരിക്കും കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യും? വെള്ളം അകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കയറും. അങ്ങനെ അത് സ്വെല്ലി വീർക്കും. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. നെക്സ്റ്റ് ഈസ് ഹൈപ്പർട്ടോണിക്. നേരെ ഓപ്പോസിറ്റ് എന്താണ്? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഇൻട്രാ സെല്ലുലാർ മീഡിയം. അതായത് പുറത്തുള്ളതിനാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ടിന്റെ അളവ് കൂടുതൽ. സൊല്യൂട്ടിന്റെ അളവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കുറവെന്നാണ് അർത്ഥം. അപ്പൊ വെള്ളം എവിടെ നിറങ്ങും? നമ്മുടെ സെൽസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് സെൽ എന്ത് ചെയ്യുന്നത്? ഷ്രിങ്ക് ചെയ്യണത്, ചുരുങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. 3 സൊല്യൂഷൻസ് കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അല്ലെ? ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ. നമ്മുടെ സെൽ മെംബ്രെയിൻ ആണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ലേ. ഇനി അടുത്തത് സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിന്റെ പേരാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്നാണ് പറയുന്നത്. സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചറിന്റെ പേരെന്താണ്? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നു. ഓക്കെ, ദ മെംബ്രെയിൻ ഹാസ് എ ലിപ്പിഡ് ലെയർ. രണ്ട് ബൈ ലിപ്പിഡ് ആണ്. ബൈ ലെയർ ആണ്, ലിപ്പിഡ് ബൈ ലെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ലെയേഴ്സ് ഉണ്ട്. 2 layers of fat molecules with a water attracting head outwards and water repelling tail downwards. അതിന്റെ പിക്ചർ നോക്കാം നമ്മളെ. നെക്സ്റ്റ് രണ്ട് ലിപ്പിഡ് ലെയേഴ്സ് ഉണ്ടാവും. അതിനാണ് ബൈ ലെയർ. ലിപ്പിഡിന്റെ ബൈ ലെയേഴ്സ് ഫാറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അല്ലെ. അതിന് എന്താണ്? ഒരു ഹെഡ് ഉണ്ടാവും. ഹെഡ് എന്തായിരിക്കും? വാട്ടർ അട്രാക്ടിങ് ഹെഡ് ആണുള്ളത്. അത് പുറത്തേക്കായിരിക്കും നിൽക്കുക. ഒരു ടെയിൽ ഉണ്ടാവും. ടെയിൽ ആണെങ്കിൽ വെള്ളത്തിന് ഇഷ്ടമല്ല, അപ്പൊ അത് ഉള്ളിലേക്കായിരിക്കും നിൽക്കുക. ഇതിങ്ങനെയായിരിക്കും അവരെ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. കേട്ടാ, ഹെഡ് പുറത്തേക്കും ടെയിൽ എന്ത് ചെയ്യും? അകത്തേക്കും. ടെയിലിന് വെള്ളത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് അവരെന്ത് ചെയ്യും? ടെയിൽ വെക്കും. ഇതാണ് എന്തെന്ന് പറഞ്ഞാല് ലിപ്പിഡ് ബൈ ലെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, the molecules can move sideways, flip and rotate within the membrane, hence it is fluid. അതായത് ഈ ഒരു ഭാഗം ഈ ഉള്ളിലത്തെ ഭാഗം ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലിപ്പ് ചെയ്യാം, നീങ്ങാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡ് അല്ലാട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് എന്ത് ചെയ്യും? ആ മോളിക്യൂൾസിനെ അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാം? ഫ്ലിപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, നീങ്ങാം, ഒക്കെ ചെയ്യാം. അപ്പൊ അതാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്.
മെംബ്രെയിൻ പ്രോട്ടീൻസ് ആക്ട് ആസ് ഗേറ്റ് കീപ്പേഴ്സ്. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും, അതിന്റെ കൂടെ ഇവിടെ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ടാവും, ഒരു ഗേറ്റ് കീപ്പേഴ്സ് ഒക്കെ പോലെ. ഇവിടെ കുറച്ച് പ്രോട്ടീൻസ്, വരുന്നില്ലല്ലോ, ഇങ്ങനെ പ്രോട്ടീൻസ് ഇതിന്റെ ഇടയിൽ ഒക്കെ എന്തുണ്ടാവും, ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ട് കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞ സെൽ മെംബ്രെയിനിലുള്ളത് പ്രോട്ടീൻസ്. ഗേറ്റ് കീപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻസിൽ കൂടെ എന്ത്, ആ ഒരു ഭാഗത്തിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ അതിന്റെ തൊട്ടടുത്തുണ്ട്, ഹെൽപ്പിംഗ് സബ്സ്റ്റൻസസ് പാസ് ത്രൂ. So, since the molecules are arranged like tiles on mosaic, it is called mosaic model. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, മൊസൈക് ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു ഭാഗത്ത് ഇവർക്ക് ഈ ലിപ്പിഡൈസിനെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് അതിനെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊസൈക്ക് കണ്ടിട്ടുണ്ട്, പണ്ടത്തെ വീടിന്റെ ഒരു ചെറിയ കട്ട 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 പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതേപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചറിന്റെ പേരെന്താ, അല്ലെങ്കിൽ മോഡലിന്റെ പേരെന്താ, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്നാണ്. അപ്പൊ ഫ്ലൂയിഡ് അതായത് ബൈലെയർ ആണെന്ന് പറഞ്ഞാൽ ലിപ്പിഡൈസ് 2 ബൈലെയേഴ്സ് ആണ്. അതായത് വാട്ടർ ലവിങ് ആയിട്ടുള്ള ഹെഡും വാട്ടർ റിപ്പലിംഗ് ആയിട്ടുള്ള ഒരു ടെയിൽ ഉണ്ടാവും. ടെയിൽ എപ്പോഴും എന്തായാലും ഉള്ളിലേക്ക് ആക്കിയാണ് അവർ വെക്കുന്നത്, കാരണം വെള്ളത്തിന് അവർക്ക് ഇഷ്ടമല്ല അല്ലെ, ഉള്ളിലേക്ക് ആക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ബൈലെയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ എന്തുണ്ട്, ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ട് ആരുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ. ആ പ്രോട്ടീൻസ്, ആ ഗേറ്റ് കീപ്പേഴ്സ്, അതായത് ആ പ്രോട്ടീൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അതിലൂടെയാണ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് 2-3 ആക്ടിവിറ്റീസ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കി നമുക്ക് നോക്കാം. പ്രിപ്പയർ ടെമ്പററി സ്ലൈഡ്സ് ഓഫ് തിൻ പീൽ ഓഫ് ഓനിയൻ ലീഫ്. അതായത് ഒനിയന്റെ ചെറിയൊരു സ്ലൈഡ് ഉണ്ടാക്കാനാണ്. തിൻ പീൽ, നമുക്ക് ആ ഉള്ളി മുറിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു പീസ് കിട്ടൂലേ, ലൈറ്റ് പാട പോലുള്ളത്, അതെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ നമ്മളെ ഒന്നല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ റിയോ ലീഫ്, കാർഡിയൽ ലില്ലിയുടെ ലീഫ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം സഫ്രാനിൻ എന്ന് പറഞ്ഞ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് കവർ സ്ലിപ്പ് ഒക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യാനായിട്ട്, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ചിട്ട് നോക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ഇതും കൂടെ പറഞ്ഞിരിക്കുന്നത്, ചീക്ക് സെൽസ്. നമ്മുടെ ചീക്ക് സെൽസ്, നമ്മുടെ വായുടെ ഉള്ളിൽ നിന്ന്, കവിളിന്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ടൂത്ത് നമ്മുടെ പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീക്ക് സെൽസ് കിട്ടും. അതെന്ത് ചെയ്യാൻ, സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഗ്ലാസ് സ്ലൈഡ് ഇട്ടിട്ട് വെച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു മീഥൈൽ ബ്ലൂ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട്, കവർ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. ഒബ്സർവേഷൻ. അതായത് ഒനിയൻ പീൽ സെൽസ് ഓർ റിയോ സെൽസ് പീൽ സെൽസ് ആർ ബോക്സ് ഷേപ്ഡ് ആൻഡ് റെഗുലർലി അറേഞ്ച്ഡ്. അതായത് ഈ പറഞ്ഞ ഒനിയൻ സെൽസ് എങ്ങനെയായിരിക്കും, ഇതേപോലെ ഇങ്ങനെ ബോക്സ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒനിയൻ സെൽസ് നോക്കിയാൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഇതേപോലെയാണ് കാണാം. ഇങ്ങനെ ബോക്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ചീക്ക് സെൽസ് എങ്ങനെയായിരിക്കും, ഇറഗുലർലി അറേഞ്ച്ഡ് ആയിരിക്കും. ചീക്ക് സെൽസ് ഇങ്ങനെ ഇറഗുലർലി അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നതായിരിക്കും കാണാം, ഇറഗുലർലി അറേഞ്ച്ഡ്. എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ഒനിയൻ സെൽസും ലീഫിന്റെ സെൽസ് ഒക്കെ നോക്കുമ്പോൾ എന്താണ്, ഇത് ഇതേപോലെ ബോക്സ് പോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. പക്ഷെ നമ്മുടെ ചീക്ക് സെൽസ് നോക്കിയപ്പോൾ എങ്ങനെ ഇറഗുലർലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. കാരണം എന്തായിരിക്കാം, അതായത് നമ്മുടെ പ്ലാന്റ് സെൽസിലെ എന്തുണ്ട്, there is a cell wall, they possess cell wall അല്ലെ. അനിമൽ സെൽ, ചീക്ക് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അനിമൽ സെൽസ് അല്ലേ. നമ്മുടെ അനിമൽ സെൽസിലെ എന്തില്ല, സെൽ വാൾ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഒനിയൻ പീൽ എടുത്തപ്പോഴും അതുപോലെ ചീക്ക് സെൽ എടുത്തപ്പോഴും സെൽസ് ഇങ്ങനെ കാണപ്പെട്ടു. അതായത് ഒനിയനിലാണെങ്കിൽ ബോക്സ് അട്ടി അറ പോലെ കാണപ്പെട്ടു. ഇതാണെങ്കിൽ ഇറഗുലർലി അറേഞ്ച് ചെയ്തു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒനിയൻ സെൽസിൽ, അതായത് പ്ലാന്റ് സെൽസിൽ എന്തുണ്ട്, സെൽ വാൾ ഉണ്ട്. സെൽ മെംബ്രെയിന്റെ ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്, അതാണ് സെൽ വാൾ. ബട്ട് സെൽ വാൾ ഈസ് ആബ്സെന്റ് ഇൻ എവിടെ, അനിമൽ സെൽസിൽ സെൽ വാൾ ഇല്ല. അതാണ് ഇവിടെ ഈ പറഞ്ഞ ഒബ്സർവേഷനിൽ നമുക്ക് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റിൽ കിട്ടിയിട്ടുള്ള തെളിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഷൻ. അപ്പൊ സെൽ വാൾ എന്താണ്? സെൽ വാൾ ദ ഔട്ടർ കവറിംഗ് ഓഫ് സെൽസ് അല്ലെ. സെൽസിന്റെ ഔട്ടർ കവറിംഗ്, സെൽ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് എന്ത്, സെൽ വാൾ എന്ന് പറയുന്നത്. അത് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ പ്ലാന്റ് സെൽസിന് അല്ലെ. അനിമൽ സെൽസിന് ഉണ്ടാവോ? ഇല്ല. അനിമൽ സെൽസ് ഡു നോട്ട് possess any cell wall. Okay.
Cell wall is an additional rigid covering outside of the cell membrane of plant cells. Plant cellsന്റെ പുറം സെൽ മെംബ്രെയിന്റെ പുറത്ത് ഒരു കട്ടി കൂടിയ റിജിഡ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് സെൽ വാൾ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷൻ. നോക്കിയേ ഫങ്ഷൻസ് നോക്കാം. Plants cannot move from place to place, so a cell wall acts as a rigid structure to withstand environmental stress like wind and rain. അതായത് പ്ലാന്റ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റൂ ഇല്ല. അപ്പോ ഈ കാറ്റ്, മഴ പോലെയുള്ള പലതരത്തിലുള്ള സ്ട്രെസ്സസിലും എൻവയോൺമെന്റൽ സ്ട്രെസ്സസിലും ഇതിന് ഉറച്ചു നിർത്തണം അല്ലെ. അതിനു വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷന് പോലെ ഒരു റിജിഡിറ്റി, ഒരു ബലം കൊടുക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൽവാള്. പിന്നെ നെക്സ്റ്റ്, സെൽവാൾ ഹാവ്സ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ടു റിമൈൻ ഫേം. അതായത് ലീവ്സിനും ഫ്ലവേഴ്സിനും ഫേം ആയിട്ട് അല്ലെ, നല്ല ഫേം ആയിട്ട് ബലമായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ദെയർ ഷേപ്സ് ആൻഡ് ഹെൽപ്പ് പ്ലാന്റ്സ് സ്റ്റേ അപ്രൈറ്റ്. അവരെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പ്ലാന്റ്സിനെ അപ്രൈറ്റ് നിവർന്ന് നിൽക്കാനും ഒക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ സെൽവാള് സഹായിക്കുന്നുണ്ട്. പിന്നെ സെൽ വാൾ ഈസ് പെർമിയബിൾ. സെൽ വാൾ പെർമിയബിൾ ആണ്. സെൽ വാൾ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണെങ്കിലും സെൽ വാൾ എന്താ? പെർമിയബിൾ. പെർമിയബിൾ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസിനെ കടത്തി വിടുന്നുണ്ട് അല്ലെ. ദാറ്റ് ഈസ് വാട്ടർ ആൻഡ് സം ഡിസോൾവ്ഡ് മിനറൽസ് ക്യാൻ പാസ് ത്രൂ ഇറ്റ്. അതായത് വെള്ളമോ ചില ഡിസോൾവ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്? സെൽ വാളിൽ കൂടെ കടന്നു പോകാനായിട്ട് പറ്റുന്നതാണ്. അതേപോലെ ദിസ് ഹെൽപ്സ് പ്ലാന്റ്സ് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. അതേപോലെ തന്നെ സോയിലിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? സെൽ വാൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്തെന്നാണ് സെൽ വാളിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ്, plant cell in concentrated sugar solution. Plant cell in concentrated sugar solution and animal cell in concentrated sugar solution. അതായത് പ്ലാന്റ് സെല്ലിന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അപ്പൊ സൊല്യൂട്ടിന്റെ അളവ് കൂടുതലായിരിക്കും അല്ലെ, വെള്ളത്തിന്റെ അളവ് കുറവ്. അതേപോലെ അനിമൽ സെൽസിനെയും പ്ലാന്റ് സെൽസിനെയും രണ്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താണ് വ്യത്യാസം നോക്കാം കേട്ടോ. വാട്ടർ ലീവ്സ് ദ സെൽ ബൈ ഓസ്മോസിസ് അല്ലെ. അതായത് ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ പ്ലാന്റ് സെൽസിന് സെൽവാൾ ഉണ്ടെങ്കിലും സെൽവാൾ പെർമിയബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ, പാർട്ടിക്കിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. അതായത് സെല്ലിന്റെ ഉള്ളിനേക്കാളും കൂടുതൽ വെള്ളം കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാ? പുറത്താണ്. അതായത് വെള്ളത്തിന്റെ അളവ് പുറത്ത് കുറവാണ്, സൊല്യൂട്ടിന്റെ അളവ് കൂടുതലല്ലേ. അപ്പൊ വെള്ളം എന്ത് ചെയ്യും? സെല്ലിൽ നിന്ന് ഓസ്മോസിസ് വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് വെള്ളം പോകും അല്ലെ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. അനിമൽ സെൽസില് എന്തില്ല? സെൽവാൾ ഇല്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ലോസ് വാട്ടർ ബൈ ഓസ്മോസിസ്. ഓസ്മോസിസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം അവിടെയും പുറത്തേക്ക് പോകുന്നുണ്ട്, ഇവിടെയും പുറത്തേക്ക് പോകുന്നുണ്ട് സെല്ലിൽ നിന്ന്. പക്ഷേ ഇവിടെ എന്താണെന്ന് നോക്കിയേ, സെൽ കണ്ടന്റ് ഷ്രിങ്ക് ചെയ്യും. അതായത് ഇപ്പൊ നോക്കിയേ, ഇത് സെൽവാൾ കേട്ടോ, ഇത് സെൽവാള്, ഇതിന്റെ ഉള്ളിലാണ് ഇതാണ് സെൽ മെംബ്രെയിൻ. ഇതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യണത്? സെൽ കണ്ടന്റ്, ഇപ്പൊ ന്യൂക്ലിയസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. ഇത് സാധാരണ നമ്മുടെ അനിമൽ സെല്ല്. ഇത് സാധാരണ നമ്മുടെ അനിമൽ സെല്ല്. അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ന്യൂക്ലിയസും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. നോക്കിയേ, ഇത് രണ്ടും ഷുഗർ സൊല്യൂഷനിൽ ഇട്ടു. രണ്ടിന്റെയും എന്ത് ചെയ്യും? പുറത്തേക്ക് എന്ത് പോകുന്നുണ്ട്? വാട്ടർ കണ്ടന്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ ഇട്ടതുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ കണ്ടന്റ് ഷ്രിങ്ക് ചെയ്യും. അതായത് ഇവിടെ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ വാൾ ഇങ്ങനെ തന്നെ നിൽക്കൂട്ടാ. സെൽ വാളിന് ഒരു മാറ്റവുമില്ല. സെൽ വാളിന് ഒരു മാറ്റവുമില്ല. പക്ഷേ അതിന്റെ ഉള്ളിലത്തെ സെൽ കണ്ടന്റ്സ് എന്ത് ചെയ്യുന്നത്? ഷ്രിങ്ക് ചെയ്ത് അങ്ങോട്ട് ചുരുണ്ടുകൂടി ഒരു ഭാഗത്തേക്ക് പോകും, ഒന്ന് ഷ്രിങ്ക് ചെയ്യും. പക്ഷെ നമ്മുടെ അനിമൽ സെൽ അങ്ങനെയല്ല. അനിമൽ സെൽ എന്ത് ചെയ്യും? മൊത്തത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. അനിമൽ സെൽസ് മൊത്തത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സെൽ വാളിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഉള്ളിലെ കണ്ടന്റ്സ് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും, ചുരുങ്ങുന്നു. ദ സെൽ മെംബ്രെയിൻ പൂൾസ് അവേ ഫ്രം ദ സെൽ വാൾ. സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യും? സെൽ വാളിൽ നിന്ന് ഉള്ളിലേക്ക് എന്ത് ചെയ്യും? വലിയും. സെൽ വാൾ മെയിൻറ്റെയിൻസ് ദ ഒറിജിനൽ ഷേപ്പ് ഓഫ് ദ സെൽ. പക്ഷേ സെൽ മെംബ്രെയിൻ എന്തുണ്ട്? സെല്ലിന്റെ ഒറിജിനൽ ഷേപ്പ് അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ സെൽ വാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സെൽ മെംബ്രെയിൻ ഉള്ളിൽ ചുരുങ്ങിയാലും സെൽ വാൾ എന്ത് ചെയ്യും? ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ അനിമൽ സെൽസിന് അങ്ങനെയല്ല. സെൽ ഷ്രിങ്ക് കൺസിഡറബിളി. സെൽസ് മൊത്തമായിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് ഷ്രിങ്ക് ചെയ്ത് പോകും. വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതങ്ങോട്ട് ചുരുങ്ങുന്നു, ഷ്രിങ്ക് ചെയ്യുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെയും അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ ഓർഗനൽസിനെ കുറിച്ചാണ്. നമ്മളിവിടെ സെൽ മെംബ്രെയിനും സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? സെൽ ഓർഗനൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററും ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.